പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്നതിനുള്ള തീരുമാനവുമായി ബലരാമൻ പോവുകയും ഇതേ തുടർന്ന് തന്റെ സഹായിയെ അതിന് നിയോഗിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അയാൾ കൊല്ലാൻ ശ്രമിക്കുന്നു കൃപയെ. പക്ഷേ കൃത്യസമയത്ത് കൺമണി ഇടപെട്ടതിനെ തുടർന്ന് ആകെ കെട്ടുപോയിരിക്കുകയാണ് അയാൾ. മാത്രവുമല്ല, കൺമണി ഹോസ്പിറ്റലിൽ വെച്ച് ബഹളം വെക്കുകയും ചെയ്യുന്നു. ഇതോടെ ആളുകൾ ഓടിക്കൂടിയിരിക്കുകയാണ് അവിടേക്ക്. സാഗറും കൃഷും വരികയും ചെയ്തതിനെ തുടർന്ന് അവരുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അയാൾ. കൃഷ് അയാളെ പിന്തുടരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ അയാൾക്ക് സാധിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയി പോവുകയാണ് കൃഷ്. മാത്രവുമല്ല, അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു എന്ന് സാഗറിനോട് ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു. ഇതോടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സാഗർ കൺമണിയോട്. കൃപയ്ക്ക് നേരെ ആക്രമണമുണ്ടായി എന്നും കൃത്യസമയത്ത് ഞാൻ ഇവിടേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ അവൾക്കൊരു പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടേനെ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആകെ പകച്ചുപോയിരിക്കുകയാണ് എല്ലാവരും. മാത്രവുമല്ല, കൃപയെ കൊല്ലുന്നതിന് വേണ്ടി ആരോ ഇപ്പോൾ കരുക്കൾ നീക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സാഗറും കൃഷും അതുകൊണ്ട് തന്നെ ഇനി സൂക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടൻ ചെയ്തേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിലും അവർ എത്തിച്ചേരുന്നു. പക്ഷേ ഇതേ സമയം ബലരാമൻ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ നിരാശനായിരിക്കുകയാണ്. ആ കൺമണി കൃത്യസമയത്ത് അവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നേനെ. പക്ഷേ കൺമണിയുടെ കടന്നുവരവാണ് പ്രതീക്ഷകൾ തകിടം മറിച്ചത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി വലിയൊരു തലവേദനയായി അവശേഷിക്കുകയാണ് എന്നും അവളെ ഒതുക്കുക തന്നെ വേണമെന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ബലരാമനും കൂട്ടരും. ഇതേസമയം കൃഷ് കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ്. കൺമണിക്ക് ആ വന്നവനെ ഇനിയും കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവൻ അന്ന് കൃഷിനെ ആക്രമിച്ചവൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കൺമണി. അവന്റെ വരവ് മറ്റെന്തോ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം ആയിരിക്കുന്നു. കൃഷ് സാർ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകം ഇനി കരുതണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ് ഞാൻ അതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കുകയില്ല ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ശ്രദ്ധിച്ച് ഇനി കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേസമയം സാഗർ തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ്. ആരാണ് നമ്മുടെ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തിയേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണം. ഇതേ തുടർന്ന് കൺമണിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം കൃഷ് ആകട്ടെ തൻ്റെ സഹോദരിയെ കൊല്ലാൻ ശ്രമിച്ചവനെ വെറുതെ വിടുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൃഷ് കൺമണിയോട് എനിക്ക് അവനെ പിടികൂടണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. കൺമണിയുടെ സഹായം അതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വളരെയധികം പ്ലാൻ ചെയ്തു വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങൾ വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് ബലരാമൻ എത്തുകയായി. വിചാരിച്ചതുപോലെയല്ല ഇപ്പോൾ
കാര്യങ്ങൾ വളരെയധികം ഫേവർ ചെയ്യുന്നത് അവരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാനിങ്ങുകൾ കൃത്യമായി നടപ്പിലാക്കണമെന്ന് സുമിത്രയും ആവശ്യപ്പെടുന്നു. നിന്റെ തോൽവി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി അബദ്ധം പറ്റുകയില്ല എന്ന് വ്യക്തമാക്കി ബലരാമൻ പുതിയ നീക്കങ്ങൾ ആലോചിക്കുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് ബലരാമൻ തന്റെ ചേട്ടനാണ് എന്നുള്ള സത്യം ക്രിഷ് മനസ്സിലാക്കുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം ക്രിഷിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.